സംഘപരിവാർ അനുകൂല പ്രസ്താവനയിൽ കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനെ വിമർശിച്ച മന്ത്രിമാർ. സുധാകരൻ കെ.പി.സി.സി പ്രസിഡന്റാണോ ബി.ജെ.പി പ്രസിഡന്റാണോ എന്നതിൽ സംശയമുണ്ടെന്ന് മന്ത്രി എം.പി. രാജേഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കമൽനാഥിനെക്കാളും തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവരായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മാറിയെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. ബി.ജെ.പിയുടെ ബി ടീമായി കോൺഗ്രസ് മാറിയെന്ന് മന്ത്രി ആർ ബിന്ദുവും വിമർശിച്ചു. ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം? സംഘപരിവാറിൽ കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് ഞങ്ങൾ എങ്ങനെ എതിർക്കുക? സംഘപരിവാർ മാത്രം അവരും ജനാധിപത്യത്തിലെ ഒരു പാർട്ടിയല്ലേ? സർവകലാശാല സെനറ്റ് നിയമനത്തിൽ ഗവർണറെ അനുകൂലിച്ച കെ സുധാകരന്റെ ഈ പ്രസ്താവനയാണ് വിവാദമായത്. കേരളത്തിൽ ബി.ജെ.പി കോൺഗ്രസ് സഖ്യം പ്രകടമാണെന്നതിന് തെളിവാണ് കെ സുധാകരന്റെ പ്രതികരണമെന്ന് മന്ത്രി പി രാജീവ് വിമർശിച്ചു. അദ്ദേഹം ബി.ജെ.പിയുടെ വക്താവാണോ രാജ്യത്തെ കോൺഗ്രസിന്റെ വക്താവാണോ എന്നാണ് ഇനി അറിയേണ്ട കാര്യം. കമൽനാഥിനേക്കാളും തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവരായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നു. അവർ ബി.ജെ.പി കോൺഗ്രസ് സഖ്യം എന്ന രൂപത്തിലേക്ക് തന്നെ പ്രകടമായി കേരളത്തിൽ വരികയാണ്. കെ സുധാകരന്റെ പരാമർശത്തിൽ ഹൈക്കമാൻഡും പ്രതിപക്ഷ നേതാവും പ്രതികരിക്കണമെന്ന് മന്ത്രി എം.പി. രാജേഷ് ആവശ്യപ്പെട്ടു. സുധാകരൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ എന്ന് എം.പി. രാജേഷിന്റെ ചോദ്യം. എന്താണ് കെ സുധാകരൻ പറഞ്ഞതിനോടുള്ള അവരുടെ നിലപാട് എന്നത്? ഇത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടാണോ? ഹൈക്കമാൻഡും പ്രതിപക്ഷ നേതാവും ഒക്കെ വ്യക്തമാക്കട്ടെ. ഔദ്യോഗിക നിലപാടാണെങ്കിൽ അവരത് പറയണം. ഔദ്യോഗിക നിലപാടല്ലെങ്കിൽ സുധാകരനെ പുറത്താക്കുമോ? കൂടുവിട്ട് കൂടുമാറുന്നവരുടെ അപ്പോസ്തലനാണ് കെ സുധാകരൻ എന്നായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. കെ സുധാകരനാണെങ്കിൽ അത്തരം ഈ കൂടുവിട്ട് കൂടുമാറുന്ന പ്രവർത്തനങ്ങളുടെ ഒരു അപ്പോസ്തലനായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഇത് വെളിവാക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോൾ വേണമെങ്കിലും സംഘപരിവാരത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട് മുമ്പും പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. റിപ്പോർട്ടർ, കൊല്ലം.